ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലൈഫാ. എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. എടാ നമ്മുടെ പച്ച വീട്ടി പ്രശ്നം ശരി, ഇവിടെ ക്രിയേറ്റർമാർക്ക് കുറച്ച് അരി കൊടുക്കണം എന്ന് കേട്ടു, നമുക്കും കിട്ടുമെന്ന് നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ ഗ്രീൻ ഹൗസും ഫാമിലിയും നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷവാർത്ത നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ്. അതെ ഗൈസ്, നമ്മൾ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്കായി ഗൈസ്. അല്ല, അങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഹാൻഡ് വാഷ് ലിക്വിഡ് ഡിറ്റർജന്റ് ടോയ്ലറ്റ് ക്ലീനർ, ഹാൻഡ് വാഷ് ലിക്വിഡ് ഡിറ്റർജന്റ് ടോയ്ലറ്റ് ക്ലീനർ. കുറച്ചെടുത്ത് വെച്ച് നിന്റെ നാവ് ക്ലീൻ ചെയ്യണം, നിന്റെ നാവാണ് പ്രശ്നം. ഇവിടെ കൊച്ചു കഴിവർ എന്താണ് കാണിച്ചത് നിങ്ങൾക്ക് അറിയാവോ? സ്വന്തം പെങ്ങളെ പറ്റി വരെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് കണസാ ഡയലോഗ് അടിച്ചവനാണ് ഇവൻ. അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. നിങ്ങൾ ആൾറെഡി ഇവന്റെ ന്യൂസുകൾ അവിടെ നിന്ന് കണ്ട് കാണും. എന്നാലും ഇരിക്കട്ടെ, കുറച്ചേരത്തേക്ക് ഇവന്റെ കൊണ കാണും നിങ്ങൾ. എന്റെ 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പ്രസവിപ്പിക്കാനേ പാടില്ലായിരുന്നെന്നാണ്. ആ സമയത്ത് ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ കൊയ്യായിരുന്നു. അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അതിലോട്ട് ഞാൻ വരുന്നുണ്ട്, നീ വെയിറ്റ് പറ. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അമ്മയെടുക്കൽ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. സ്റ്റോറി ആയിപ്പോടാ. എനിക്കിപ്പോ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. അതല്ലല്ലോ അങ്ങനെയാടാ, നാവിന് നീളം കൂടുമ്പം വീട്ടുകാർക്ക് ഒരു പ്രശ്നമാവും, പിന്നെ നാട്ടുകാർക്കും. പക്ഷെ ഇവന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ആദ്യം നാട്ടുകാരെ മൊത്തം അടിച്ച് നാട്ടുകാരെ മൊത്തം വർപ്പിച്ച് ഇപ്പൊ സ്വന്തം വീട്ടുകാരെ. പെങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതി കൊള്ളാം. അപ്പുറത്തെ ഇപ്പുറത്തെ ആണുങ്ങളെ ഫോൺ വിളിച്ചിരിക്കുന്നു. കുടുംബത്തെ വഴക്ക് പോലും തീർക്കാൻ കഴിവില്ലാത്ത നീയാണോടാ നാട് നന്നാക്കി ഇറങ്ങിയിരിക്കുന്നത്? ചോദ്യം, ഇവിടെ വീട്ടിലെ പ്രശ്നം വീട്ടിൽ തീർക്കണം. എന്തിനാണ് ഇതെല്ലാം കൂടെ എടുത്ത് നാട്ടുകാരുടെ അണ്ണാക്കി കൊണ്ടിട്ട് കൊടുക്കുന്നത്? വല്ല ഫോർച്യൂണർ എടുക്കാൻ വല്ല പ്ലാനും ഉണ്ടാടാ? അല്ല, അങ്ങനെ ഒരു അശരീരി കേട്ടായിരുന്നു, ഉള്ളതാണോ? ഗൈസ്, എനിക്കും കാർ അപ്ഗ്രേഡ് ചെയ്യണം, ഒരു ഫോർച്യൂണർ വാങ്ങണം. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ എൻ്റെ അമ്മയെ പറ്റി കുറ്റമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു മാസം കഴിയുന്നതോടെ ഞങ്ങൾ വീണ്ടും പഴയ പോലെ സെറ്റായിട്ട് ഫോർച്യൂണറിന്റെ ഫാമിലി വ്ളോഗിംഗ് ഒക്കെ തുടങ്ങും. ഈ ക്ലിപ്പിന്റെ ക്രെഡിറ്റ് ബ്രൂട്ടാക്കി കൊടുക്കണം. അവന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി പറയണൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാടാ മോനെ. എടാ, എല്ലാവരും വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് പെങ്ങൾ കോഴിയാണ്, അച്ഛൻ ഗുണ്ടയാണ്, അമ്മ ഗുണ്ടിയാണ്, നീ അല്ല അങ്ങനെ പറഞ്ഞോണ്ട് കുഴപ്പമില്ല എന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ തട്ടണ്ട. ഗുണ്ടച്ചി എന്ന് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല, വേറൊന്നും അല്ല പറയുന്നത്. എന്താ ഗുണ്ടയും ഗുണ്ടച്ചിയായിട്ട് എന്ത് വ്യത്യാസം? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. എടാ, നീ ഇത് കണ്ടന്റിന് വേണ്ടി ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തായാലും പന്ന പോകൃതര പരിപാടിയാണ്. എടാ, നിന്നെ ഏതൊക്കെ തരത്തിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ കേരളത്തിൽ ഒരുത്തം പോലും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. അല്ല, അത്രയ്ക്കും കൊണയടിച്ച് വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് വേറെ. അല്ല, ഇനി ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടോ? കൊണ്ടായി കമന്റ് ചെയ്യട്ടാ. പിന്നെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വീഡിയോ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൽ ആൾക്കാർക്ക് കുറച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇവന്റെ വീഡിയോ മൊത്തം ഇരുന്ന് കാണും. അതായിരിക്കും അവനും വേണ്ടത്. പണ്ട് ദീപ്തി സ്വരഞ്ഞും പൊട്ടിത്തെറിച്ചപ്പോൾ നിലവിളിച്ച് കരഞ്ഞ ആൾക്കാരുള്ള നാടാണ് നമ്മളെ നാട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ക്രിയേറ്റർമാർക്ക് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയൊക്കെയാണ് റീച്ച് കൂട്ടേണ്ടതെന്ന്. ഉദാഹരണത്തിന് ഇതിനു മുമ്പും വീട്ടിലെ തല്ലു അടിയൊക്കെ എടുത്ത് പബ്ലിക്കിന്റെ മുന്നിലിട്ട വേറൊരു ടീമും ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിലാണ് വൃഷ്ണേഷ് വൃത്തിയാക്കാനെന്നും പറഞ്ഞ് വൃത്തിയാടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി അച്ഛനും വലിയച്ഛനും കൂടി ഇരുന്ന് കള്ളു കുടിക്കുന്നതും കുടിച്ചിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നതൊക്കെ കുട്ടിക്കാലത്തെ സ്ഥിരം കാഴ്ചകളായിരുന്നു. അങ്ങനെ മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും കുതിരപ്പന്തി പാർട്ടി ഓഫീസിന് മുന്നിലും ഒക്കെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. ഒരു ദിവസം അലക്കിട്ടുന്ന തുണി എടുത്തുകൊണ്ടിരുന്ന അമ്മയുടെ കൈ അച്ഛൻ പണിയായുധം വെച്ച് തല്ലിയൊടിച്ചത് എന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടുണ്ടായ അച്ഛന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിലൊന്നും നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അമ്മ അവിടെ ഇരുന്ന് പോവുകയാണ് ഉണ്ടായത്. കളിയും ചിരിയായിട്ട് സന്തോഷത്തോടെ കടന്നുപോകുന്ന കുട്ടിക്കാലം എന്റെ ലൈഫിൽ കടന്നുപോയത് ഇതുപോലെയുള്ള ഭയാനകമായ ഓർമ്മകളിലൂടെയാണ്. കള്ളുകൂടി എന്നുള്ള പ്രക്രിയയെ അന്ധമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖജനാവ് നിറയ്ക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നെ പോലുള്ള കള്ളുകൂടിയന്മാരുടെ മക്കളുടെ കണ്ണീരിനൊന്നും വലിയ വിലയില്ലെന്ന്. പണവും പവറും ഇല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടിൽ സ്വന്തം ഭർത്താവിന്റെ കൊടും ക്രൂരതകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ. ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വളർന്ന് ഒരു
കള്ളുകൂടിയനെ കല്യാണം കഴിക്കേണ്ടി വന്നത്. ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കുകൾക്കും മുന്നിൽ തളർന്നു കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി. എന്നിട്ട് നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പുറത്തുനിന്ന് ആട്ടിത്തുപ്പണു, അല്ലാതെ പറയാ. ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ വീട് പോലും അല്ലത്, പണയ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നു. അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത്. അതിന്റെ പേര് ഞങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ്. ഞങ്ങൾക്ക് 2 പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, ജീവിക്കണം മരിക്കണം എന്നറിയാൻ മേലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ആരോട് പറയും? എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ട? ഒരു പെങ്ങളെ കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത്. അവർക്ക് നാളെ ഒരു ഭാവി വേണ്ടേ? അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക. ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്? സൂചി കയറ്റേണ്ട അടുത്ത് തൂമ്പ കയറ്റുന്ന ഒരു മോയ്. ഇതിൽ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ നടക്കുന്ന പ്രശ്നം എടുത്ത് യൂട്യൂബിലിട്ട വിഷ്ണേഷിനെ പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ നോക്കിയാൽ മതി, 1000, 2000, 3000 അവന്റെ ലോങ് വീഡിയോന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എത്രയാണ് കിട്ടണമെന്ന് നോക്കിയാണ് ഈ പ്രശ്നം വന്നതിന് ശേഷം ലക്ഷങ്ങളാണ് വ്യൂ. അതായിരുന്നു അവന് വേണ്ടത്. എല്ലാത്തിന്റെയും കാരണങ്ങൾ പാർട്ട് 1. വീട്ടിലെ പ്രശ്നങ്ങളുടെ തുടക്കം. സോഷ്യൽ മീഡിയയിൽ എന്തിനു പറഞ്ഞു? എന്നെ ആക്രമിച്ചിട്ട് അമ്മ കൂക്കി വിളിച്ചു. പാർട്ട് 2. മൂത്ത മകൻ ഉഴവു കാള. എന്നെ എപ്പോൾ അറസ്റ്റ് ചെയ്യും? കേസെടുത്തു. അറസ്റ്റ് എപ്പോൾ? എന്തിനാണ് എന്തോ ഇതൊക്കെ? ഫോർച്യൂണറിനായിരിക്കും അല്ലേ? നീ നടക്കാൻ പോകുന്നത് ഞാൻ പറയാം. നിന്റെ അമ്മയും അനിയത്തെയും ഇതിനൊരു റിപ്ലൈ ഇടും, അതിന് നീ ഒരു റിപ്ലൈ ഇടും. അങ്ങനെ വീഡിയോ ഇട്ട് വൈറലായി എല്ലാവരും അറിഞ്ഞിട്ട് അക്കൗണ്ട് മാക്സിമം റീച്ച് ആയി കഴിയുമ്പോൾ ഒരു സർപ്രൈസ് വീഡിയോ. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു, എല്ലാം ഞങ്ങളുടെ തെറ്റിദ്ധാരണയായിരുന്നു. എന്തായാലും പെങ്ങളെ അമ്മേനെ കണ്ടിട്ട് ഇവന്റെ കൂടെ റീച്ച് നിൽക്കാനായിട്ട് തോന്നുന്നില്ല. ഇത് അവനായിട്ട് വരുത്തി വെച്ചതാണ്. വീട്ടിൽ എന്തായാലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എന്നാ പിന്നെ അത് എന്റെ കണ്ടന്റ് ആക്കി പുട്ടടിക്കാന്ന് വിചാരിച്ചാണ്. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് 2 BMW കിടക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞ്. നമ്മളെ നല്ല ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ഇതൊക്കെ തന്നെ അവസ്ഥ. എല്ലാ വീട്ടിലും കാണും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളൊക്കെ. എന്ന് പറയുന്നതെല്ലാം കൂടെ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിക്കാൻ പറ്റൂ? ഒന്നും ചെയ്യണില്ല. അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തെ ഒരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഒന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ എന്തിനടാ? സ്വന്തം അമ്മയും പെങ്ങളെയും പറ്റി പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്, നാളെ ഭാര്യയും പറ്റി പറയും, സംശയമില്ലാതില്ല. ഇവന്റെ ആദ്യത്തെ വീഡിയോകളൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിൽ എന്തെന്ന് വെച്ചാൽ, ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആൾക്കാർക്കൊക്കെ മോട്ടിവേഷണൽ ആയിട്ട് വീഡിയോകൾ പങ്കുവെക്കുന്ന ഒരു മനുഷ്യൻ, നാട് മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യൻ, അണ്ടയുടെ അടുത്തപ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയൂ എന്ന് പറയുന്ന പോലെയാണ്. വീട്ടിൽ കുഞ്ഞൊരു കുപ്പി എടുക്കാത്തവനാണ് നാട് വൃത്തിയാക്കാൻ നടക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് അവന്റെ വീട്ടുകാരെ തന്നെ പറഞ്ഞതാണ്. പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തവനാണ് സാനിറ്റൈസർ ഉപയോഗിച്ച് കിണ്ടി കഴിയുന്ന വീഡിയോ വരെ ഇടുന്നത്. സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാൾ. അണ്ണന്റെ സാനിറ്റൈസറും ക്ലീനിങ് ഇപ്പൊ ഏകദേശം ഹുദാഹവായിട്ടിരിക്കുകയാണ്. ഞമ്ഞമ്മിന് പോലുള്ള വകയില്ലെന്നാണ് കേട്ടത്. അതുകൊണ്ടായിരിക്കണം സ്വന്തം അമ്മേനെയും പെങ്ങളെയും വെച്ചിട്ട് വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആക്ച്വലി കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയണത്, എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റ് ആക്കണേന്ന്. ആക്ച്വലി ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ട് വീടിന് പുറത്താണ്. ഞങ്ങളിപ്പോൾ 1.5 മാസമായിട്ട് വീടിന് പുറത്താണ്. കാരണം വീട്ടുകാരെ ഇറക്കി വിട്ടാണ്. പക്ഷേ നമ്മളത് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കിയില്ല. 1.5 മാസമായി നോക്കണം. എടേ അതിന് നിങ്ങളെ ചാനൽ ക്ലീനിങ് ചാനലല്ലേ? അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രശ്നം നാട്ടുകാർ കണ്ടിട്ട് നാട്ടുകാർക്ക് എന്ത് കിട്ടാനാണ്? ഇതിപ്പം വീട്ടുകാരെ നാറ്റി ആ പെണ്ണിന്റെ ജീവിതം തുലച്ച്. ഗ്രീൻ ഹൗസ് അമ്മയും പെങ്ങളെയും ക്ലീൻ ചെയ്യാൻ നോക്കി, അമ്മ ആദ്യം എടുത്ത് ക്ലീൻ ചെയ്തു. എടാ സംഗതി ഇവൻ പറയുന്നത് പോലെ നമുക്ക് വീട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് കൂട്ടാം. പക്ഷേ ഈ പ്രശ്നം എടുത്ത് പബ്ലിക്കിന്റെ മുന്നിലിട്ടത് എന്തിനാണെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സഹോദരിയെ മർദ്ദിച്ചെന്ന് ബ്ലോഗർ രോഹിത്തിനെതിരെ കേസെടുത്തു. രോഹിത് എന്നായിരുന്നല്ലേ പേര്. അമ്മയെയും സഹോദരിയെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചെന്ന് പോലീസ്. എന്തായാലും ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് വരെ പോലീസ് കൊണ്ടുപോയിട്ടില്ല. ഇതിനുശേഷം മിക്കവാറും കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്. കുറെ പേര് ചോദിക്കുന്നുണ്ട്, അണ്ണാ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന്. എനിക്കും അറിയത്തില്ല. പോകാൻ വേണ്ടി വരുമ്പോ നമുക്ക് പോവാം, നെഞ്ചും പിരിച്ച് തന്നെ പോകാം. പിന്നെ നീ നെഞ്ചും പിരിച്ച് അങ്ങോട്ട് ജയിലിലോട്ട് പോവാൻ നീ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് വന്ന് നിൽക്കല്ലേ? നമുക്ക് പോവാം, നെഞ്ചും പിരിച്ച് തന്നെ പോകാം. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. ചെന്ന് കയറിക്കോട്. പോലീസുകാർ പിടിച്ചിന്റെ മൂട്ടിലോട്ടയിടും. ഒന്നാമത് നിന്റെ നാവിനത്ത് നീളം കൂടുതലാണ്. പോകുമ്പോൾ അത് പെട്ടിലാക്കി മടക്കി വെച്ചിട്ട് വേണം പോവാൻ. പിന്നെ പോകുമ്പോൾ കുറച്ച് സാനിറ്റൈസറും കൂടെ എടുത്ത് കയ്യിൽ വെച്ചോ, ആവശ്യം വരും. ജയിലിൽ പോയിട്ടും കണ്ടന്റ് ഉണ്ടാക്കാനുള്ളതല്ലേ. നീങ്ങാൻ ഇവ അവിടെ ചെന്നിട്ട് ജയിൽ മൊത്തം അടിച്ചു വാരി ക്ലീൻ ആക്കി ഇടോ എന്തോ പറയാൻ പറ്റൂല. ഫുഡ് വരെ സാനിറ്റൈസറിൽ മുക്കി തിന്നണ മനുഷ്യനാണേ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടാ. ഒരുപാട് ചൂടൊന്നുമില്ല. കുറച്ച് തീക്കട്ടെടുത്ത് അണ്ടവായിലേക്ക് ചൂട് വരും കേട്ടോ. എടാ സംഭവം ഇത്രയേ ഉള്ളൂ. കുറച്ച് സ്വർണത്തിന്റെ പേരിലും അവൻ ചെയ്ത ചെലവിന്റെ പേരിലും വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലറ ചില്ലറ കണക്ക് പറച്ചിലുണ്ടായി. അതിലേശം കയ്യൂക്ക് വരെ എത്തി. തിന്ന KFCക്ക് വരെ കണക്ക് പറഞ്ഞെന്നാണ് കേട്ടത്. ഞാൻ നിങ്ങളുടെ അറിവ് ഒരു കോപ്പും അടിച്ചു മാറ്റിയിട്ടില്ല. പിന്നെ അടിച്ചു മാറ്റി നോട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാം, ഇത്രയും കാലം എന്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടാത്തുന്നത് നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് തോന്നുമ്പോൾ എല്ലാ ബുധനാഴ്ചയും വെനസ്ഡേ ബക്കറ്റും കോപ്പും ഒന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എല്ലാ ഒക്കേഷൻസും വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വിഷുവിന് ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കോരി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടല്ലോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് എനിക്ക് ചുമ്മാ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും കാലം നിന്നെയൊക്കെ നോക്കിയതും ഇത്രയും കാലം 1 രൂപ പോലും അച്ഛൻ ഇരുന്ന പൈസ ഇടാത്തുനിന്ന് ചിലവാക്കിക്കാഞ്ഞതും എൻ്റെ ഒരു ആണത്തം കൊണ്ടാണെന്നുള്ളത് എനിക്ക് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. എടാ ഇതൊക്കെ വീട്ടിൽ സൗമ്യമായിട്ട് പറഞ്ഞു തീർക്കാനുള്ളതാണ്.
ഇവന്റെ അതിബുദ്ധി കാരണം യൂട്യൂബിൽ വീഡിയോ ഇട്ട് കേസ് വരെ എത്തി നിൽക്കുന്നത്. യൂട്യൂബിൽ വീഡിയോ ഇട്ടെന്തെന്ന് വെച്ചാല് ഇവിടെ പുരകത്തം അപ്പുറത്തെ വാഴ വെട്ടാലോ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം. എന്തായാലും ആ വാഴ പോലീസുകാർ കൊണ്ടുപോയിരുന്ന കൊള്ളാം. എടാ ഇതൊക്കെ വന്ന് നമ്മളിവിടെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെല്ലാം തികഞ്ഞ പുള്ളിയാണെന്നൊന്നും പറയണില്ല. പക്ഷെ മറക്കേണ്ട ചില കാര്യങ്ങൾ അത് മറച്ച് തന്നെ വെക്കണ്ടേ. മറച്ചു വെച്ചില്ലെങ്കിൽ നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെ വന്നിരുന്ന് ഇഞ്ചിഞ്ചായിട്ട് കുത്തി കീറും. അത് വേറെ. എന്തായാലും കേസിന് പുറകെ ന്യൂസുകാരും പ്രശ്നത്തിന്റെ പ്രശ്നം ഏറ്റെടുത്തിട്ടുണ്ട്. അമ്മ കിടന്ന് കരഞ്ഞു. എന്റെ കൊങ്ങയ്ക്കും മുടിയിലും കുത്തിപ്പിടിച്ചിരിക്കെ അടിച്ചിട്ട് കൊങ്ങയ്ക്കും മുടിയിലും കുത്തിപ്പിടിച്ചിരിക്കെ അമ്മ കിടന്ന് കരഞ്ഞു കേട്ടിട്ട് നാട്ടുകാർ ഓടി വന്ന് നാട്ടുകാരുൾപ്പെടെ ഇത് കണ്ടതാണ്. ഓടി വന്നതിന് ശേഷമാണ് എന്നെ വിട്ടത്. ആ സമയത്ത് നാട്ടുകാരും കണ്ടതാണ്. ദൃക്സാക്ഷികൾ എൻ്റെ അമ്മയും നാട്ടുകാരുമാണ്. അല്ലാണ്ട് അമ്മ മോനായതുകൊണ്ട് തന്നെ പോലീസിൽ പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പോലീസിലും പോയില്ല. ഡോക്ടറെയും കാണണ്ട എന്നുവെച്ചാൽ അവർ അവിടുന്ന് ഡയറക്റ്റ് കേസ് വിട്ടാലോ എന്നോർത്ത് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. ഇപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് കള്ളത്തരോ എന്ന് പറയുന്നത്. പ്രശ്നേഷ് ആളൊരു പ്രശ്നക്കാരനാണ്. ഞാൻ ഇവരുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അയൽവാസി ഒരു നല്ല മനുഷ്യനാ. എന്തായാലും നാട്ടുകാരുടെ പ്രതികരണോടെ ഒന്ന് കാണാം. വേറൊന്നുമല്ല, ഒരു ദിവസം രാവിലെ ഒരു 9 മണിയൊക്കെ സമയത്ത് ഭയങ്കര ഒച്ച കേൾക്കുന്നു. ഒരു അമ്മ മോള് കിടന്ന് ഭയങ്കര കാർന്ന് തന്നെ അയ്യോ കൊല്ലുന്നേ ഓടിവായോ എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചയാണ്. ഞങ്ങളൊക്കെ നിപ്പിൽ ഓടി വരുവാണ്. ഏറ്റവും അടുത്ത താമസക്കാരാണ് ഞാൻ. ഇവരൊക്കെ ഇവിടെ താമസക്കാരാണ്. ഞങ്ങൾ ഓടി വരുമ്പോൾ കാണുന്ന ഇതെല്ലാം അടച്ചു കൂട്ടിയിട്ടിട്ട് ഇതിനകത്ത് കിടന്ന് അടിയും ബഹളമാണ്. ഭയങ്കര സൗണ്ടാണ്. അടിക്കുന്ന ഒച്ചകൾ നമുക്ക് കേൾക്കാം. അപ്പോൾ തുറക്കടാന്ന് പറയുമ്പോൾ തുറക്കുന്നില്ല. ഞങ്ങൾ ആഞ്ഞ് ഗേറ്റിങ് ചവിട്ടി തുറന്നിട്ടാണ് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഈ കൊച്ചിനെ കഴുത്തിൽ കുത്തി പിടിച്ചിട്ട് ആണ് നിൽക്കുന്നത്. ഇവിടെയാണെന്ന് പറഞ്ഞു പോകുന്നപ്പം അവൻ്റെ വൈഫ് പറയുന്നു വീട് നാട്ടുകാരൊക്കെ വരുന്നു, ഇപ്പോൾ സീനാവുമെന്ന് പറയുന്നു. അപ്പോൾ ആ സീനാന്ന് പറയുമ്പോഴാണ് ആ പ്രശ്നത്തിൽ ഒരു അയവ് വരുന്നത്. അപ്പോൾ ഈ കൊച്ചു പെണ്ണ് ഈ ചിഞ്ചു ഇങ്ങനെ ഇറങ്ങി ഓടിപ്പോൾ അതിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ മുഖത്ത് 2 കവളത്തും ഇങ്ങനെ പാടാ. ഈ 4 വിരലിന്റെ പാട് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം. ഈ ചേച്ചിനെയാണെന്നോണം ലെവൻ ഗുണ്ടയും ഗുണ്ടച്ചിയും അല്ലാതെ അവളെ പിന്നെ എന്നെ വിളിക്കണ്ട. നാട്ടിലും വീട്ടിലുള്ള അലമ്പെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകാർ ഗുണ്ടകളും ഗുണ്ടികളും. കൊള്ളാടാ, കൈവാകനം ചെന്ന് കയറണ്ട നീ തീരും. ഇവന് നാവിന് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നത് ചുമ്മാതല്ല. നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇവൻ വാതോരാതെ സംസാരിക്കുന്ന ഒരുത്തനാണെന്ന്. ഇവൻ വാതോരാതെ സംസാരിക്കും. അതാണ് അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ വാതോരാതെ അങ്ങ് സംസാരിക്കും. നിർത്തണം നീ ഒരുപാട് പറയണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ച് അന്ന് സോൾവ് ചെയ്ത പ്രശ്നം പോയതാണ്. ഇനി ഇവിടെ അത് ആവർത്തിക്കരുതെന്നും ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല. ഞാൻ വളരെ ശാന്തമായി പോകുന്നൊരു പ്രദേശമാണ്. ഇവൻ ആദ്യം ഇവിടെ താമസിക്കാൻ വരുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് താമസിക്കാൻ വരുമ്പോൾ തന്നെ അടുത്ത വീട്ടിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഇവനും വൈഫും കൂടെ ഈ നാട് എങ്ങനെയുണ്ടെന്ന്, ഈ നാട്ടുകാർ എങ്ങനെയുണ്ട്, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നു തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ വരെ ചോദിച്ചവൻ ഇവിടെ വന്നിട്ട് ഈ തോന്നിയാസം കാണിക്കുമ്പോൾ നമ്മൾ അതിനെ അന്ന് ചോദ്യം ചെയ്തു. ഇനി ഇവിടെ ആവർത്തിക്കരുതെന്നും പറയുന്നു. നാട്ടിൽ പ്രശ്നം ഉണ്ടാന്ന് ചോദിച്ചിട്ട് പ്രശ്നം ഇല്ലാന്ന് കണ്ടപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു പ്രശ്നേഷ് ഇടവന് എന്തോന്ന് ചെയ്യാനടാ. ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അവൻ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് എന്നെ വിടണം, ഞാനൊരു പ്രശ്നത്തിന് ഇനി വരത്തില്ല, ആ സമയത്ത് വരത്തില്ല, നിന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് നിനക്ക് പറഞ്ഞെങ്കിൽ പകൽ വരാം, അമ്മയെ കാണാൻ അപ്പോൾ രാത്രി തന്നെ പറഞ്ഞ നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇത് ആവർത്തിക്കലെന്ന് പറഞ്ഞാൽ അവൻ ആവർത്തിക്കലെന്ന് പറഞ്ഞാണ് പോയിട്ട് നിരന്തരം യൂട്യൂബ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഇവൻ അപമാനിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ ഒരു പൊതുപ്രവർത്തകയായിട്ട് എന്നെ ഉൾപ്പെടെ അവൻ പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി. അതിനെതിരെയുള്ള നിയമ നടപടികൾ ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ നമ്മുടെ നാടിന്റെ ഒരു ആവശ്യം അങ്ങനെയാണ്. ഇവരെ ഇവിടെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ അവിടെ കിടന്ന് കരഞ്ഞ് മെഴുകിയിട്ടാണ് ആശാൻ പോയിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പുറത്ത് വന്നിട്ട് വീഡിയോയിൽ ഭയങ്കര ഡയലോഗ് അടി. എന്തായാലും നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട, പക്ഷെ നിന്നെ നമുക്ക് വേണോടാ. നീ ഈ സാഹചര്യത്തിൽ പലർക്കും അറിയാവുന്നുണ്ട്. നീ അരി തരുന്നതിൽ എന്റെ പേരിലും ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെ പേരിലും ഞാൻ നിനക്കൊരു നടുവിരൽ നമസ്കാരം തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ന്യൂസൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞോട്ട് എന്നിട്ട് നോക്കാം. നിങ്ങൾക്ക് എന്താണ് ഈ പ്രശ്നേഷിന്റെ പ്രശ്നത്തെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. പ്രശ്നേഷ് ഫോർച്യൂണർ വാങ്ങുമോ? പ്രശ്നേഷിന്റെ പ്രശ്നം ഇനിയും തുടരുമോ? പ്രശ്നേഷേ അടുത്ത വീഡിയോ ആയിട്ട് വാടാ. ഗുണ്ടി എന്ന് പറയുന്നത് ഗുണ്ടച്ചി എന്ന് പറഞ്ഞിട്ട് എന്ത് വ്യത്യാസം?